അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ എത്തി. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കാം എന്തൊക്കെ വിശേഷങ്ങളെന്നൊക്കെ. പോണ്ടിച്ചേരിയിലെ വിശേഷങ്ങൾ കാണാൻ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് കഴിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ പുറത്ത്. അങ്ങനെ ഇറങ്ങി കുറച്ച് ഇപ്പുറം വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ KSRTC പോലെയുള്ള ബസ്സാണ് കേട്ടോ. പോണ്ടിച്ചേരി PRTC നല്ല നീറ്റായിട്ടുള്ള ബസ്സുകളാണ്. നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ നടന്നിങ്ങനെ പോകുന്നുണ്ട്. ഇവർ എവിടേക്കാണ് പോകണമെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലും റിസപ്ഷൻ സെൻ്ററെല്ലാം ചേർന്ന ഇതാണ്. ജിമ്മർ അങ്ങനെ പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ പ്രധാനമന്ത്രീൻ്റെ മെഡിക്കൽ ഷോപ്പാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് ബസ്സും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് നടക്കാൻ വേണ്ടി ഒരു സ്ഥലം റെഡി ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വണ്ടി ഓടിക്കണവർക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. നല്ല കാര്യമാണ് അത്. ഇതേപോലെ കൂടലൂരൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. അല്ലേ? അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ വന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പോയി അങ്ങനെ കറങ്ങി. അതൊന്നും വീഡിയോ എടുത്തില്ല. കുറച്ച് പോയി കിടന്നുറങ്ങാൻ വേണ്ടി. നമ്മൾ രാത്രിയല്ലേ എത്തി. അപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് ടൗണാണ് ഇത് കാണുന്നത്. പക്ഷെ നല്ല നീറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാ കാര്യം കൊണ്ടും നീറ്റാണ്. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല നമുക്ക്. അപ്പം നമുക്ക് അങ്ങനെ എല്ലാം നീറ്റാണ്. പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. ടൗണിലൊക്കെ നല്ല നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ട്. തണുപ്പിന് വേണ്ടിയാണ് കേട്ടോ. പോലീസ് വണ്ടിയൊക്കെ വെറുതെ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെ പോലീസുകാരൊക്കെ. അത്ര സൈലൻ്റാണ് ഏരിയ, അതുകൊണ്ടാണ് കേട്ടോ. അല്ല ഇനി അവരെ കുറ്റം പറഞ്ഞതാണ്, അവർ പണിയെടുക്കണമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. അവിടെ അത്ര സൈലൻ്റായ ഏരിയ ആണെന്ന്, അതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് വണ്ടികൾ, കടകൾ എല്ലാം, പിന്നെ ഈ സൈഡിൽ കുറേ കടകൾ കാണുന്നുണ്ടോ. അതിലൊക്കെ വന്നിട്ട് നൈറ്റ് ആണ് ഇവിടെ മാർക്കറ്റിംഗ് എന്ന് തോന്നണം എനിക്ക് കണ്ടിട്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും കാണാമല്ലോ. നമ്മൾ ബീച്ച് റോഡിലേക്ക് എത്തി. നമുക്ക് ഇനി റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ, മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇനി ഒരു റൈറ്റും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ ആയിരിക്കണം ആ റൈറ്റ്. യെസ്, ഇതാണ്. അപ്പോൾ ഈ റൈറ്റിൽ നമ്മൾ പോയിട്ട് നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡ് ചെയ്യാം. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് സൈഡ് ചെയ്യാം. ഓക്കെ ഡൺ. ഇവിടെ നിർത്തി നമ്മൾ. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ രാജ് നിവാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പട്ടാളക്കാരെ ഒരു ക്യാമ്പാണ്, നേവി പോലെ ഉള്ള ഒരു ഇതാണ്. അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് നോക്കാം എന്തെങ്കിലും കാണുമെന്ന്. ജസ്റ്റ് ഒന്നും കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഒരു പാർക്കും കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് തന്നെ ഇതിൻ്റെ നേരെ രാജ്നിവാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു പാർക്ക്. ഇത് കണ്ടില്ലേ, രാജ്നിവാസിൻ്റെ ഉള്ളിലുള്ള ബിൽഡിങ്ങാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. എല്ലാ ഏരിയയും ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. പക്ഷേ പ്ലാസ്റ്റിക്കും ഉണ്ട്, പ്ലാസ്റ്റിക് കുപ്പികളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഭാരതിയാറുടെ ഒരു രൂപം കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി റൈറ്റിലേക്ക് പോകണോ ലെഫ്റ്റിലേക്ക് പോകണോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റൈറ്റിലേക്ക് തന്നെ പോയി നോക്കാം. നമ്മളങ്ങനെ പോണ സമയത്ത്
കടൽ കാണുമോ? കാണും. പക്ഷെ ഇവിടെ ടാക്സി വണ്ടികളൊക്കെ ഉണ്ടല്ലേ, എല്ലാം സൈഡാക്കി, ഒരു ഡിസ്റ്റർബൻസും ഇല്ല, വണ്ടി പോകാനില്ല, എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇവിടെ സൈഡിൽ വണ്ടി നിർത്തുന്നുണ്ട് എന്ന് തന്നെ ഉള്ളൂ. പക്ഷെ എല്ലാം വണ്ടികളൊക്കെ പോകാനില്ല, കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിർത്തിയിട്ട് കണ്ടില്ലേ. ഇതിനകത്ത് കൂടെ നമ്മൾ നടന്നാണ് വരുന്നത്, എന്നാലും വണ്ടികൾ പോവാം. അപ്പം അവിടെ നിന്നൊരു വണ്ടി മാറ്റി ശേഷം ഇതൊക്കെ കയറ്റി നിർത്താനുള്ള എല്ലാ സ്കൂട്ടി ഒരു മാറ്റി നിർത്താനുള്ള ഏർപ്പാടാണ്. പക്ഷെ നല്ല നീറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബ്രാൻഡ് ഷാപ്പാണ് കണ്ടത്. ഇത് നിങ്ങൾക്ക് കുടിക്കണവർക്ക് കുടിക്കാത്തവർക്ക് കുടിക്കും വേണ്ട. ഇത് എന്തിനാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വന്ന് നമ്മൾ കണ്ടപ്പോൾ ഫുള്ള് കുറേ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ ഒരു സ്റ്റൈലാട്ടോ, ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അതുകൊണ്ട് എടുത്താണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് അങ്ങനെ വന്ന് കടലിൻ്റെ തീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, കണ്ടില്ലേ. പക്ഷെ സത്യം പറഞ്ഞ് പോണ്ടിച്ചേരി ഭയങ്കര നീറ്റിൽ ഫസ്റ്റ് സ്ഥലമായിരിക്കണം എന്നാണ് തോന്നുന്നത് എനിക്ക്. നീറ്റ്, ഭയങ്കര നീറ്റ്, കണ്ടില്ലേ, നല്ല ക്ലീനിങ്ങും കാര്യങ്ങളും. ബീച്ചിലൊക്കെ സാധാരണ നമ്മൾ കേരളത്തൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ചെന്നൈ കേരളമൊക്കെ ഭയങ്കര മോശമായിരിക്കും, എന്നാലും പക്ഷെ ഇവിടെ അത്രയും നീറ്റാട്ടോ, കണ്ടില്ലേ. ഈ കല്ലുകളൊക്കെ അടുക്കി വെച്ചതിൻ്റെ ഇതിലൊക്കെ നല്ല നീറ്റ് ക്ലീന്, ആര് കണ്ടാലും ഇറങ്ങി നോക്കും. ഇതാണ് ടൂറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാട്ടോ, നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇനി അവിടെ ഇവിടെ ഓരോരോ പേപ്പർ കിടക്കുന്നുണ്ട്, പുറകിൽ തന്നെ പെറുക്കിയത് കൊണ്ട് എല്ലാം എടുത്ത് ആൾക്കാർ വരുന്നുണ്ട്, പെറുക്കിയെടുക്കാൻ എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ നമുക്കിവിടെ എന്തോ ഒരു സ്റ്റാച്ചു കാണുന്നുണ്ട്, അപ്പോൾ അത് നോക്കാം. ഇതാണ് ഓൾഡ് ലൈറ്റ് ഹൗസ്, ഇതുണ്ടല്ലേ, പഴയ ലൈറ്റ് ഹൗസാണ്. പക്ഷെ ഇത് രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇടുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പോയി നോക്കിയിട്ട് വരാം, സ്റ്റാച്ചു ആരുതാന്ന്. പക്ഷേ ഇത് ഗാന്ധിജീൻ്റെ സ്റ്റാച്ചു ഒന്നുമില്ല മനസ്സിലായി. പിന്നെ വന്നിട്ട് ഇത് കുറേ കാലങ്ങൾ പഴക്കമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അറിയില്ല. പിന്നെ അതിലുള്ള ഇവിടെ കണ്ടില്ലേ, ഈ കാലിലൊക്കെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്, അവിടെ തൂണായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തിരകളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മളൊന്ന് തിരിച്ചാണ്. കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ലാണ്ട് ബീച്ചിൽ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കണ്ടില്ല, നീറ്റ് ആൻഡ് ക്ലീൻ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് ഗാന്ധിജീൻ്റെ പ്രതിമ നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു സാധനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോങ്ങിൽ, ഒന്ന് സൂം ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടില്ലേ, കുട്ടികളെ പറ്റിക്കണ പരിപാടിയാണ്, കണ്ടില്ലേ. എല്ലാ കുട്ടികൾക്കും ഇത് കടൽ തീരത്തൊരു ഇത് എൻ്റർടൈൻമെൻ്റ് ആണ്, എല്ലാ കുട്ടികളും മേടിക്കും. കണ്ടില്ലേ, അടിപൊളിയായി. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കണ്ടില്ലേ ഗാന്ധിജീനെ. നമ്മളങ്ങനെ തിരിച്ചു. കുട്ടി ഭയങ്കര കുറുമ്പാ കാണിക്കണ, ആ ചേച്ചി പാവം 2-3 അടി അടിച്ചു, അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, അതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ മന്ത്രിസഭ കൂടുന്ന സ്ഥലമാണത്. അപ്പോൾ അത് നമ്മളൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നു. പക്ഷെ ഉള്ളിൽ പോകാൻ പറ്റൂല, ലൈറ്റും കാര്യങ്ങളും, എന്തോ ലൈറ്റ് ദൂരത്ത് അങ്ങനെ കാണുന്നുണ്ട്, അത് നമുക്ക് പോയി നോക്കാം. അപ്പോൾ സെക്രട്ടേറിയറ്റ് ആണെന്ന് തോന്നുന്നു, സെക്രട്ടറി, അതന്നെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ആണത്. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാ ബീച്ചിൽ പോയാലും ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ പരിപാടി. ഇത് സൂപ്പർ പരിപാടിയാണ്, നമുക്കൊന്നും എന്തായാലും ഒന്ന് മേടിക്കണം. ഫസ്റ്റ് ഈ ലൈറ്റ് എന്താണെന്നില്ല ഒന്ന് നമുക്കൊന്ന് പോയി നോക്കണം. അതിൻ്റെ മുന്നേ ഇങ്ങനെ മെല്ലെ കുറച്ച് ലോങ്ങിലാണ് ഞാൻ സൂം ചെയ്താൽ കാണിച്ചത്. നോക്കാം നമുക്ക്. ഇത് കണ്ടില്ലേ, സെക്യൂരിറ്റിയൊക്കെ നിൽക്കണേ, പുള്ളിയുടെ ആക്കിയൊക്കെ വെച്ച് നിൽക്കുകയാണ് എല്ലാവരും. പിന്നെ ഇവിടെ വെള്ളത്തിലിറങ്ങി നിൽക്കണവരൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി.
പക്ഷെ നല്ല നീറ്റാണ് കണ്ടില്ല. ആ മണലൊക്കെ ഭയങ്കര സൂപ്പറായിട്ട്. നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് തുടങ്ങിയിട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗം ഇപ്പോൾ ലൈറ്റൊക്കെ കത്തിക്കാൻ തുടങ്ങി അവർ. നല്ല നീറ്റായ ഹോട്ടലായിരുന്നു. ഞാനത് ഉള്ളൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വന്ന ടയർഡിൽ എടുക്കാൻ വിട്ടുപോയി, മറന്നും പോയി പിന്നെ. അപ്പോൾ കണ്ടില്ലേ, സമയം 6 മണി 5:30 6 മണിയായി. പക്ഷെ നല്ല കൂളിങ്ങും ആയിട്ടോ. അപ്പോൾ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഇവർ ഇതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ റോട്ടിൽ ആ സൈഡിലുള്ള മരങ്ങളൊക്കെ വെട്ടിയെല്ലാം ക്ലീൻ ചെയ്യുകയാണ്. ഇവിടെ എന്തോ ഒരു ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു മലകളെ പോലെയൊക്കെ. ഇതൊക്കെ ചെയ്ത് അത് എല്ലാവർക്കും വന്ന് കാണാനൊരു നല്ല കാര്യമല്ലേ. ഇങ്ങനെ കുറേ ടൂറിസം നമ്മളെ നാട്ടിലും ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവുന്ന എൻ്റെ അഭിപ്രായം കേട്ടോ. നല്ല നീറ്റാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. എന്താണെന്ന് പോയി നോക്കുമ്പോൾ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചു പോയ ആൾക്കാർക്ക് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നത്. അത് തന്നെ, എന്തോ ഒരു ബാനർ കാണുന്നുണ്ട്. അതെന്താണെന്ന് നോക്കി നോക്കാം നമുക്ക്. എന്താണ്? നമ്മൾ കാർഗിൽ യുദ്ധം ജയിച്ചതിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് 26/7 അങ്ങനെ ആ ഡേറ്റിൽ അവർ ആഘോഷിച്ചിട്ട് അതിൻ്റെ ഇതാണ് കേട്ടോ. അത് അഴിച്ചു മാറ്റിയിട്ടില്ല. നീറ്റ് ആൻഡ് ക്ലീൻ കുറേ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, ബൊക്കെകളെല്ലാം. അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണത്. അത് നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ കറക്റ്റായിട്ടൊന്ന് കിട്ടി. അപ്പോൾ ഒന്ന് എടുത്തതാണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അപ്പോൾ ഇവിടെ എല്ലാവരും ആ മരിച്ചവർക്കാണെന്ന് തോന്നുന്നു റീത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്. എന്നാൽ നമുക്ക് ആ ബാക്ക് ഭാഗത്ത് നമ്മൾ കണ്ട മാർക്കറ്റിലൊന്ന് പോയി നോക്കാം. സൂപ്പറായല്ലോ. രാത്രി ആയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. നമ്മൾ നടന്നിങ്ങനെ പോന്ന് കണ്ട് സൂപ്പർ നീറ്റായിട്ടുണ്ട്. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നമ്മൾ വന്ന് നൈറ്റും എല്ലാ ഇതും കണ്ടു. നമ്മൾ നീറ്റായിട്ടുണ്ട് അല്ലേ. ഓക്കെ. പക്ഷെ കടകളൊക്കെ നല്ല വിലയും കുറവുണ്ട് കേട്ടോ. നല്ല കാര്യം. പിന്നെ ഇവിടെ സുവനീറുകാരും കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക്. ഇത് കണ്ടില്ലേ, തൊപ്പികളെ കടയാണ്. അത് നമുക്കങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയി. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇനി വീഡിയോ നമ്മൾ ഇടുന്നില്ല. നമുക്ക് അർജൻറ്റായിട്ട് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വരും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.